നമസ്തേ. ട്രിപ്പിൾ ഹൈറ്റിൽ 3 നിലകളോട് കൂടി പണി കഴിപ്പിച്ച ഒരു മനോഹരമായ വീടിൻ്റെ കാഴ്ചകളാണ് പെർഫെക്റ്റ് ഹോംസിൻ്റെ ഈ എപ്പിസോഡിൽ. വെൽക്കം ടു പെർഫെക്റ്റ് ഹോംസ്. തിരുവനന്തപുരം ജില്ലയിൽ പട്ടം എന്ന സ്ഥലത്ത് ഡോക്ടർ AR രാജേഷ് സംഗീത ദമ്പതികളുടെ സരിഗമ എന്ന വീട്. 4.5 സെൻറ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ പക്ക കണ്ടംപററി സ്റ്റൈലിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിലെ ഗേറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ്. അതായത് 2 സൈഡിലേക്കും ഫുള്ളി സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഗേറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാർ അകത്തേക്ക് കയറാനുള്ള ഒരു ഈസ് ഓഫ് ആക്സസിനും കൂടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ ഗേറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. GI സെക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗേറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ CNC കട്ടിംഗ് യൂസ് ചെയ്തിട്ട് ഒരു ഗണപതിയുടെ ഒരു പാറ്റേണും ഈ ഒരു ഗേറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഫുള്ളി കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബീജ് ആൻഡ് ബ്രൗൺ ടോൺസ് ആണ് കൂടുതലും ഈ എലിവേഷൻ ഡിസൈനിന് യൂസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസിനും അതുപോലെ തന്നെ ബാൽക്കണിക്കും നല്ല ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിൽ അവരെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ 3 ഫ്ലോർസ് വരുന്ന ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ വന്നിട്ടുള്ളത്. ഒരു ലീനിയർ ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് ഈ വീട്ടിന് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ വന്നിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്രഞ്ച് ഡോർ വിൻഡോ സ്റ്റൈലിലാണ് ഈ ഒരു മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറുണ്ട്. അതെന്ന് പറയുന്നത് ഈ ഒരു പൂജാ സ്പേസിലേക്കുള്ള ആക്സസ് ആണ്. മറ്റ് വീടുകളിൽ കാണാത്ത ഒരു രീതിയിലാണ് ഇവിടുത്തെ പൂജാ സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതായത് സിറ്റ് ഔട്ടിൽ നിന്നുമാണ് പൂജാ സ്പേസിലേക്കുള്ള ഒരു ആക്സസ് കൊടുത്തിരിക്കുന്നത്. അകത്തെ കോർട്ട്യാർഡിൽ നിന്നും പുറത്തേക്ക് ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലും അതുപോലെ തന്നെ ഇൻറ്റീരിയേഴ്സിൽ നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ് കയറാനായിട്ടും ഇവിടെ വെർട്ടിക്കൽ സ്ലിറ്റ് രീതിയിൽ വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറിൽ നിന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ഫോയർ സ്പേസിലാണ്. ലിവിങ്ങിലേക്കും ഡൈനിങ്ങിലേക്കും ലീഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഫോയർ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസാണ്. ഈ ഒരു കോർട്ട്യാർഡ് സ്പേസും വളരെ മിനിമലായിട്ടും സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റിങ്ങിനായിട്ട് വെർട്ടിക്കൽ പെർഗോള രീതിയിൽ കട്ടൗട്ട്സും കൊടുത്തിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ ടച്ച് വരുന്ന രീതിയിൽ ട്രഡീഷണൽ എലിമെൻറ്റ്സും ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ സ്റ്റൈലിങ്ങിൻ്റെ ഭാഗമായി ഈ കോർട്ട്യാർഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്.
ഇതാണ് ഈ വീട്ടിലെ ലിവിങ് സ്പേസ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് ഒരു ട്രിപ്പിൾ ഹൈറ്റ് വോള്യൂം വരുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് 3 ഫ്ലോർസിൻ്റെ ഹൈറ്റാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെ സീറ്റിങ്ങിനായിട്ട് ഒരു എൽ ഷേപ്പ് ഗ്രേ ഷെയ്ഡ്സിൽ വരുന്ന ഒരു സോഫയും അതുപോലെ സെൻറ്റർ ടേബിളിൽ ഒരു വുഡിൽ ഗ്ലാസ് ടോപ്പ് വരുന്ന ഒരു സെൻറ്റർ ടേബിളുമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലിവിങ് സ്പേസിനോട് ചേർന്ന് കിടക്കുന്ന ഡൈനിങ് സ്പേസും ഡിവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഡെക്കോർ ഷെൽഫ് വരുന്ന ഒരു ഡിസൈനർ പാർട്ടീഷനാണ്. വുഡൻ ഷെയ്ഡ്സും അതുപോലെ വൈറ്റിൻ്റെ ടോൺസിൻ്റെയും ഒരു കോമ്പിനേഷൻ വരുന്ന രീതിയിൽ ഡെക്കോർസും ക്യൂറിയോസും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡിസൈനർ പാർട്ടീഷനാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ട്രിപ്പിൾ ഹൈറ്റിൽ നിന്ന് ഡബിൾ ഹൈറ്റ് വോളിൽ നിന്ന് ഒരു ലീനിയർ ആയിട്ടുള്ള ഷാൻലിയറും ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ലൈറ്റിങ്ങിലെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സീറ്റിംഗ് സ്പേസിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബ്രിഡ്ജ് ഏരിയയിലേക്ക് നല്ലൊരു വിസിബിലിറ്റിയും ഈ ഒരു സ്പേസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചീഫ് ഡിസൈനറും അദ്വൈത് ആർക്കിടെക്ചറൽ ആൻഡ് വാസ്തു ബിൽഡിംഗ് ഡിസൈൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ മിസ്റ്റർ പ്രേംരാജ് ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ്. ഈ വീടിനൊരു വ്യത്യസ്തമായ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ പൈൽ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ താരതമ്യേന ഹൈറ്റ് കുറഞ്ഞൊരു പ്രതലം കൂടിയാണ്. ടെറൈൻ നല്ല താഴ്ചയുണ്ട്, പട്ടമാണ്, മരപ്പാലം ജംഗ്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോയിൽ ടെസ്റ്റ് കൃത്യമായിട്ട് എടുത്ത് അതിൻ്റെ റിപ്പോർട്ട് കണ്ടുപിടിക്കുകയും അതിൽ തന്നെ ക്ലേയുടെ കണ്ടന്റ് കൂടി വരുന്നതുകൊണ്ട് അത്രയും പ്രിക്കോഷൻ എടുത്തുകൊണ്ട് വ്യക്തമായ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിൻ്റെ ഡിസിഷൻ തന്നെയായിരുന്നു പൈൽ ഫൗണ്ടേഷൻ എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മറ്റ് വീടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ വീട്ടിലെ കോർട്ട്യാർഡ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ പൊതുവേ സ്ഥലം നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു. 4.5 സെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് കോർട്ട്യാർഡ് വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ 3 നിലയായിട്ടാണ് ഇത് വീട് നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ 3 നിലയെന്ന് പറയുമ്പോഴത്തേക്കും വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഫ്ലോർസ് ഒരു വലിയൊരു ഫാക്ടറായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് വരുന്നൊരു ഫാക്ടർ തന്നെയായിരുന്നു കോർട്ട്യാർഡും. അത് 2ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തപ്പോഴത്തേക്കും 2 ഫ്ലോർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എസ്പെഷ്യലി ഗ്രൗണ്ട് ടു ഫസ്റ്റ് ഫ്ലോർ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ സ്റ്റഡി റൂമായിട്ട് ആ റൂം കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം മറ്റത് വേറൊരു ഡയറക്ഷനിലാണ് സെക്കൻഡ് കോർട്ട്യാർഡ് ഡിസൈഡ് ചെയ്തേക്കുന്നത്. അത് ഡയറക്റ്റ് സൺലൈറ്റ് വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് സെക്കൻഡ് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും തമ്മിൽ കണക്ട് ചെയ്യുകയും ആ രീതിയിൽ ഇതെല്ലാം തമ്മിൽ കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് കോർട്ട് എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അത് FFL 844 വ്യക്തമായൊരു കോർട്ട് കൂടി അഡീഷണൽ ആയിട്ട് ഇതിനകത്തുണ്ട്. ക്ലയൻറ്റ് ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് കൂടുതലും വാസ്തു ബേസ്ഡ് ആയിരുന്നോ അതോ യൂട്ടിലിറ്റി ബേസ്ഡ് ആയിരുന്നോ? ആ ഡിസൈൻ ബ്രീഫിലേക്ക് എങ്ങനെയാണ് എത്തിയത്? തീർച്ചയായിട്ടും ഇവിടുത്തെ ക്ലയൻറ്റ് AR രാജേഷ് ഡോക്ടറാണ്. അദ്ദേഹം തന്നെയാണ് ഈ പ്രോജക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫാക്ടർ. അദ്ദേഹത്തിൻ്റെ വൈഫ് സംഗീത, ഇവർ രണ്ടുപേരും തന്നെയാണ് റിക്വയർമെൻറ്റ് സെക്ഷനിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് വാസ്തുവിന് ഇമ്പോർട്ടൻസ് ഒരേപോലെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സയൻറ്റിഫിക്കായിട്ട് അവരുടെ യൂട്ടിലിറ്റി അതിലൊന്നും കോംപ്രമൈസ് വരുത്തരുത് എന്നുള്ളൊരു കാര്യവും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇതിൻ്റെ റിക്വയർമെൻറ്റ് സെക്ഷനൊക്കെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ വീടുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഡബിൾ ഹൈറ്റ് ആണ്. എന്നാൽ ഈ വീട്ടിൽ നമുക്ക് ട്രിപ്പിൾ ഹൈറ്റിൻ്റെ ഒരു യൂസേജ് വന്നിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു ഡിസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതുപോലെ ട്രിപ്പിൾ ഹൈറ്റ് വന്നതിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ ഈ വീട്ടിൽ? 3 നിലയായിട്ടാണ് ഈ വീട് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരൊറ്റ ഫാമിലിയാണ്. ഈ ഫാമിലി എന്ന് പറയുന്നത് ഒരു ഒറ്റ ഡെല്ലിങ് യൂണിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഡോക്ടറിൻ്റെ നമ്മൾ AR രാജേഷ് അദ്ദേഹം നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ യാതൊരു രീതിയിലും തന്നെ ഒരു സെപ്പറേഷൻ വരരുത്, എല്ലാവരുമായിട്ട് വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, ഫാമിലി കുറച്ച് വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുമായിട്ടുള്ള വ്യക്തമായ കുട്ടികളൊന്നും ഒരിക്കലും ഐസൊലേറ്റഡ് ആയി പോകരുത്, അത് വ്യക്തമായി നമ്മുടെ ഇൻട്രാക്ഷനിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ട് ടെമ്പറേച്ചർ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് എയർ നമുക്ക് ചൂടിനെ നന്നായിട്ട് കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പം അതൊരു ഫാക്ടർ തന്നെയാണ്. പൈൽ ഫൗണ്ടേഷനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ പ്രേക്ഷകരിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? അതായത് സൈറ്റ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ? പലപ്പോഴും സൈറ്റ് ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ടുള്ളൊരു എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ഇതുമായിട്ട് അറിവുള്ള ആൾക്കാരെ കൃത്യമായിട്ട് കാണിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഒരു സൈറ്റ് ചൂസ് ചെയ്യാവൂ. കാരണം ഏത് ടൈപ്പ് ടെറൈനാണ്, അതിൽ ഏത് ഫൗണ്ടേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഇതിനെല്ലാം വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാട്ടർ ലോക്ഡ് ഏരിയ അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക ടെറൈൻ അനുസരിച്ചിട്ട് ക്ലേയുടെ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ എപ്പോഴും ചോദിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലൊരു അൺഈക്വൽ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമുക്ക് വരുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബാൽക്കണീസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രൈവറ്റ് ബാൽക്കണിയും ഒന്ന് ഒരു കോമൺ ബാൽക്കണിയും. അപ്പോൾ രണ്ടും ഒരേ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് പറയാമോ? ഒരേപോലെ തന്നെയുള്ള എൽ ഷേപ്പ് ഡിസൈനിങ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അത് തമ്മിലുള്ള ഒരു ഐസൊലേഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രൈവറ്റ് ബാൽക്കണി എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റിൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അതേ ഡിസൈനിൻ്റെ പാറ്റേണിൽ തന്നെയാണ് കോമൺ ബാൽക്കണിയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ കോമൺ ആയിട്ട് വരുന്നത് ഹാഫ് കാൻഡിലിവർ കൺസെപ്റ്റാണ് കൊടുത്തേക്കുന്നത്. അതും വളരെ വ്യത്യസ്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു വീട് എക്സിക്യൂട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്നതിലും താങ്ക് യു സോ മച്ച്. ഞാൻ ബാക്കി റൂംസൊക്കെ ഒന്ന് കാണട്ടെ. താങ്ക് യു. മുകളിലെ ഫ്ലോർസിലേക്കുള്ള ആക്സസിനുള്ള സ്റ്റെയർ കേസ് ലിവിങ്ങിനോട് അടുത്തായിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയർ കേസ് വരുന്ന സ്പേസിൽ ചെറിയൊരു മിനിമലായിട്ടുള്ള ഒരു കോർട്ട്യാർഡും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർട്ട്യാർഡിനും ഈ ഒരു ട്രിപ്പിൾ ഹൈറ്റ് വോളിയം ഉണ്ട്. ഒരു ട്രഡീഷണൽ ടച്ച് വരാനായിട്ട് വിളക്കും അതുപോലെ ട്രഡീഷണൽ എലിമെൻറ്റ്സും പിന്നെ ചെറിയ ലാൻഡ്സ്കേപ്പ് എലിമെൻറ്റ്സും ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലിവിങ് സ്പേസിൽ TV യൂണിറ്റും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വുഡും വൈറ്റും ഷെയ്ഡ്സ് വരുന്ന രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒരുപാട് കിട്ടുന്ന രീതിയിൽ ഒരു TV യൂണിറ്റും അതുപോലെ ബാക്ക് പാനലിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്ലൂട്ടഡ് പാനലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയ. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ പ്ലസ് ചെയർസിൻ്റെ കോമ്പിനേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ ചെയർസും ഒരു സൈഡിൽ ബെഞ്ചും വരുന്ന രീതിയിലാണ് ഇവിടുത്തെ സീറ്റിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റിനായിട്ട് വളരെ വലിയൊരു വിൻഡോ ഓപ്പണിംഗ് ഈ ഒരു സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ കിച്ചണിനോട് ചേർന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റിങ്ങിനായിട്ട് സ്ട്രിപ്പ് ലൈറ്റും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഫോയറിനോട് ചേർന്ന് കിടക്കുന്ന കോർട്ട്യാർഡ് സ്പേസിനോട് ചേർന്ന് ഒരു സീറ്റിംഗ് സ്പേസ് പോലെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡൈനിങ് ഏരിയയിലേക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. ഡൈനിങ് സ്പേസിനോട് അടുത്ത് നിൽക്കുന്ന ഓപ്പൺ കിച്ചൺ സ്പേസാണിത്. ഒരു മിൻറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന രീതിയിൽ മൾട്ടിവുഡിൽ PU ഫിനിഷിങ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ യൂണിറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിന് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്രൊഫൈൽ ഹാൻഡിൽസും യൂസ് ചെയ്തിട്ടുണ്ട് ഹാൻഡിൽസിനായിട്ട്. ഇവിടെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ വിൻഡോസിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. കുക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒരു വിൻഡോ പ്ലേസ് ചെയ്തിട്ടുണ്ട്.
മോഡുലാർ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ആക്സസറീസ്, അതായത് ബോട്ടിൽ പുൾ ഔട്ട്, പ്ലേറ്റ് പുൾ ഔട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയും ഈ ഒരു കിച്ചൺ ഏരിയയ്ക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയോട് ചേർന്നിട്ടാണ് മുകളിലെ ഫ്ലോർസ് ആക്സസ് ചെയ്യാനായിട്ടുള്ള സ്റ്റെയർ ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഹാൻഡ് റെയിൽ ഗ്ലാസും വുഡിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് നോക്കുകയാണെങ്കിൽ ടോപ്പിന് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലാൻഡിംഗ് ഏരിയയിലും റൈസർ ഏരിയയിലും ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ 2 ഫ്ലോറാണുള്ളത്. ഫസ്റ്റ് ഫ്ലോറും ഉണ്ട്, സെക്കൻഡ് ഫ്ലോറും ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിലെ കാഴ്ചകളിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു സ്റ്റഡി സ്പേസിലാണ്. അതായത് താഴത്തെ ഫോയറിലെ കോർട്ട്യാർഡിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു സ്റ്റഡി സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പീച്ച് ഷെയ്ഡിൽ PU ഫിനിഷ് വരുന്ന രീതിയിൽ ഒരു സ്റ്റഡി യൂണിറ്റും ബുക്ക് ഷെൽഫൊക്കെ വരുന്ന രീതിയിലും ഡ്രോയേഴ്സൊക്കെ വരുന്ന രീതിയിൽ ഇവിടെ ഒരു സ്റ്റഡി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിലേക്ക് നാച്ചുറലി ലിറ്റ് ചെയ്യാനായിട്ട് വെർട്ടിക്കൽ പെർഗോളാസ് വരുന്ന രീതിയിൽ കട്ടൗട്ട്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഉള്ള ബാൽക്കണിയിലേക്കുള്ള ആക്സസും ഈ ഒരു സ്പേസിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ സ്റ്റഡി സ്പേസിനോട് ചേർന്ന് ഒരു പാസേജ് സ്പേസ് ഉണ്ട്. ഈ ഒരു പാസേജ് നമ്മളെ ലീഡ് ചെയ്യുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്കാണ്. ഈ ഒരു കോർട്ട്യാർഡ് സ്പേസ് മുകളിൽ നിന്ന് നാച്ചുറലി ലിറ്റ് ആണ്, പെർഗോളാസ് യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു സീറ്റിംഗ് സ്പേസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാസേജിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കുള്ള ആക്സസ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലെ കിഡ്സ് റൂമാണിത്. വളരെ മിനിമലും സിമ്പിളുമായിട്ടാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബെഡും അതിനോട് ചേർന്ന് സൈഡ് ടേബിൾസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ ഡ്രോയേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബെഡാണ്. അതുപോലെ ഹെഡ് ബോർഡിൽ ഒരു ടീൽ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. നാച്ചുറലി ലിറ്റ് ചെയ്യാനായിട്ട് ഒരു ഫുൾ വാൾ തന്നെ വിൻഡോ വരുന്ന രീതിയിലാണ് ഇവിടെ വിൻഡോ കട്ടൗട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയയും ടോയ്ലറ്റ് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്പേസിലേക്കുള്ള ആക്സസ് ഒരു സ്ലൈഡിംഗ് ഡോർ വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോമൺ ബാൽക്കണിയിലാണ്. ഒരു L ഷേപ്പ് വരുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാൾ എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു വാളിന് ടെക്സ്ചർ ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹാൻഡ് റെയിൽ നോക്കുകയാണെങ്കിൽ ഒരു മെറ്റൽ ആൻഡ് ഗ്ലാസ് കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബെഡ്റൂമിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന പ്രൈവറ്റ് ബാൽക്കണി. ഇവിടെയും കോമൺ ബാൽക്കണിയോട് സമാനമായി തന്നെ വ്യൂസാണ് ഈ ഒരു പ്രൈവറ്റ് ബാൽക്കണിക്കും ഉള്ളത്. ഇവിടെ ഒരു സീറ്റിങ്ങിനായിട്ട് ഒരു ബാംബൂല് ചെയ്തെടുത്ത സ്വിംഗ് സീറ്റിങ്ങും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഫസ്റ്റ് ഫ്ലോറിലെ ബ്രിഡ്ജ് സ്പേസ് ആണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സൈഡിൽ നമുക്ക് ട്രിപ്പിൾ ഹൈറ്റ് വോളിയം വരുന്ന ലിവിങ് ഏരിയയിലേക്ക് ഒരു വ്യൂ ഉണ്ട്, അതുപോലെ മറു സൈഡിൽ നമുക്ക് സ്റ്റെയർ കേസിനോട് അടുത്ത് നിൽക്കുന്ന കോർട്ട്യാർഡിലേക്കുള്ള ഒരു വ്യൂവും ഉണ്ട്. ഈ ഒരു ഫുൾ വീടിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ 3 ഫ്ലോർസിലെ കമ്മ്യൂണിക്കേഷനാണ്. അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബ്രിഡ്ജ് സ്പേസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന സൈസിലല്ലാതെ കുറച്ചുകൂടെ ബിഗർ ആയിട്ടുള്ള 80x160 സൈസിലെ വിട്രിഫൈഡ് ടൈൽസ് ആണ് ഈ ഫ്ലോറിങ്ങിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റിംഗ് എല്ലാം നോക്കുകയാണെങ്കിൽ ഇൻബിൽട്ട് ആയിട്ടാണ് ലൈറ്റിംഗ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിങ്ങിൻ്റെ യൂസ് ഒരു സ്ഥലത്തും വരുന്നതില്ല. സെക്കൻഡ് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിനോട് സമാനമായിട്ട് തന്നെ ബ്രിഡ്ജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ ഒരു എൽ ഷേപ്പ് വരുന്ന രീതിയിലാണ് ബ്രിഡ്ജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രിഡ്ജിൽ നിന്നുമാണ് ഈ ഫ്ലോറിലെ ബെഡ്റൂമിലേക്കുള്ള ആക്സസും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രിഡ്ജ് സ്പേസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ലിവിങ് സൈഡിലെ ട്രിപ്പിൾ ഹൈറ്റ് വോളിയം എല്ലാം നല്ലതായിട്ട് കാണുന്ന രീതിയിലാണ്. ഈ ഒരു കണക്ടിവിറ്റി എന്നുള്ള കോൺസെപ്റ്റും നല്ലതായിട്ട് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബ്രിഡ്ജ് സ്പേസസ് ഈ വീട്ടിലുടനീളം കൊടുത്തിട്ടുള്ളത്. നാച്ചുറൽ ലൈറ്റ് ഈ വീട്ടിലുടനീളം നല്ല രീതിയിൽ കിട്ടാനായിട്ട് ഈ ഒരു ട്രിപ്പിൾ ഹൈറ്റ് വോളിയമിൽ മുകളിലായിട്ട് ഒരു പെർഗോള കട്ടൗട്ടും കൊടുത്തിട്ടുണ്ട്. സരിഗമ എന്ന ഈ മനോഹരമായ വീടിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീടിൻ്റെ ഡിസൈനുമായി വീണ്ടും കാണാം. നമസ്തേ.